സിനോച്ചാക്കും സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇടഭാഗങ്ങളെ ഏതാണ്ട് 2 വർഷക്കാലമായി അച്ഛനെയും ഈ യോഗത്തിലേക്ക് വളരെ പ്രതിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിശ്വസിക്കുന്നുണ്ട് അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ എല്ലാ ഇടഭാഗങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി സിനോച്ചാക്ക് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. 8 വർഷമായി നമ്മുടെ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ച് ഇന്ന് യാത്രയായി പോകുന്ന പ്രിയപ്പെട്ട അബ്രഹാം കുടുംബത്തിൽ വെച്ച വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള പ്രിയപ്പെട്ട മുതലേ 5 തവണ ക്ഷണിക്കുകയാണ്. സമയത്തിന് ശേഷം പുതിയ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന അബ്രഹത്തിന് എല്ലാവിധ മംഗളം. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വികാരിച്ച വേദിയിൽ വരുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ ഇടവകകളെ, 2 വർഷക്കാലം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, വിജീഷ് അച്ഛ, പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ അച്ഛ, വിജീഷ് അച്ഛ, സഹോദരി, ഞങ്ങളുടെ പാവപ്പെട്ട സംഘടനയെ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ ഇടവകയായിരുന്ന അബ്രഹാച്ചന് സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ജോണിച്ചിട്ട് എന്നോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് KCCയുടെ ഉപഹാര സമർപ്പണത്തിനായിട്ട് KCC പ്രസിഡന്റ് ടോമി ചമ്മക്കാട്ടിനെയും സെക്രട്ടറി സജീവ് ആണക്കുഴിയും ക്ഷണിക്കുകയാണ്. KCWയുടെ ക്ലാസ് ക്ഷണിക്കുകയാണ്. ഇനി നമ്മളോട് മറുപടി പറയുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മറുപടി പ്രസംഗത്തിന് വേണ്ടി പ്രിയപ്പെട്ട സ്നേഹമുള്ളവരെ, ഒന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇവരെന്നോട് പറഞ്ഞു ഒരാളെ സംസാരിക്കുള്ളൂ, അതിന് അച്ഛൻ നിന്ന് തരണം. ഇത്രയും നാളും അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഈ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ പറയുന്നത് അച്ഛൻ കേൾക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇരുന്ന് കൊടുത്തതാണ്. ഇതൊക്കെ വെക്കാൻ മാത്രം എൻ്റെ വീട്ടിൽ ഒരു ഷോക്കേസ് ഒന്നുമില്ല. അവിടത്തിൽ രൂപങ്ങളോട് പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ സ്നേഹത്തിലെ സഹകരണ പ്രത്യേകം നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഇടവിൽ ഞാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പട്ടും തന്നു, ചർമ്മപ്രസംഗങ്ങളും കിട്ടും, ഇനി അടക്കിയാൽ മതി. ഇതുപോലെ ഓരോ യാത്രാവുകയായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ പേര് ഒക്കെ പറയും, വരുമ്പോഴേ കുറച്ച് ആശങ്കയിലാവും, ഈ അച്ഛൻ എങ്ങനെയായിരിക്കും, കുറേ കിംബന്ധതികളിൽ വരട്ടും വന്ന്. പിന്നെ എൻ്റെ ആകാരഭംഗി കാണുമ്പോൾ ആൾക്കാർ ഇതൊരു ക്ഷീണമാണ്, 6 മാസം പിടിക്കും എന്നെ മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോർത്തു ഞാൻ ഇന്ന് നോക്കി കഴിഞ്ഞ ഇടവകയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് പോയി അതൊക്കെ ചെയ്യാനായിട്ടുള്ളൂ. ബാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഈ ഇടവകയുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ചാരിതാർത്ഥ്യമായിട്ട് പോകുന്നത് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്.
മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുടെ പേരിൽ ഇപ്പം വേണ്ട സാവകാശം മതി എന്ന്. അതാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഹായിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പുതിയ വികാരി വരുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാൻ നിങ്ങളും കൂടി സഹകരിക്കുക. അതുകൊണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. ആരോടും വിരോധമോ പകയോ വിദ്വേഷമോ വൈരാഗ്യമോ എനിക്കില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ അപ്പം തന്നെ ഉള്ളത് തുറന്ന് പറയുന്ന രീതിയായിപ്പോയി. ഇത് ജാത്യാലുള്ള തൂത്താൻ മാറുമെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ കാണുന്ന അപ്പോൾ പറയും. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും അവസരത്തിൽ വേവിച്ചേറ്റം മുതൽ ഉള്ളവർക്ക് റബിയ അവരോടുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയും, മനസ്സിലോട്ട് വെക്കുന്ന സ്വഭാവമില്ല. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ മാറണം അവരുടെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സഹിക്കുക. എല്ലാവരും എല്ലാത്തിനും ഒത്തിരിക്കുന്നു. ശിപ്പായി